इकाई 3 अकाल और उसके बाद കവിത ലേഖക് നാഗാർജുൻ. അകാൽ और उसके बाद എന്നത് ക്ഷാമകാലമായിരുന്നു, ക്ഷാമത്തിന് ശേഷമുള്ള കാര്യം അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇക്കായി തീനിലെ അകാൽ और उसके बाद, അകാൽ എന്ന ക്ഷാമം, और उसके बाद അതിന് ശേഷം നാഗാർജുൻ്റെ ഒരു കവിതയാകുന്നു. കവിതയിലേക്ക് കടക്കാം. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक खाना कुतिया सोई उनके पास. कई दिनों तक लगी बीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. कई दिनों तक എന്ന് പറഞ്ഞാൽ ഏറെ നാളുകൾക്ക് ശേഷം, ചൂൽഹ അടുപ്പ്, രോയ കരയുകയായിരുന്നു, ഒരുപാട് നാളുകൾക്ക് ശേഷം അടുപ്പ് കരയുകയായിരുന്നു. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് പറഞ്ഞാൽ തിരിക്കല്ല് എന്നാൽ അരക്കുന്ന ആ കല്ല്, ഉദാസ് ദുഃഖിതയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പ് കരയുകയായിരുന്നു, ചക്കി എന്താണ് ദുഃഖിതയാകുന്നു. കൈ ദിനോം തക്ക് ഖാനി കുത്തിയ സോയി ഉൻകെ പാസ്, കുറേ ദിവസങ്ങളായത് ഖാനി കുത്തിയാന ഒറ്റക്കണ്ണി പെൺപട്ടി വെച്ചാൽ ഒറ്റക്കണ്ണുള്ള പെണ്ണായയാണ് ഖാനി കുത്തിയ. സോയി ഉൻകി പാസ്, അത് അവൻ്റെ അടുത്ത് ഉറങ്ങിയിട്ട്. കൈ ദിനോം തക്ക് ലഗി വീത്ത് പർ ചിപ്കലിയോം കി ഗശ്ത്, ഏറെ നാളുകൾക്ക് ശേഷം എന്താണ് ബീത്ത് എന്ന് പറഞ്ഞാൽ ഭിത്തി, ചുമര്, ചിപ്കലിയാം പല്ലി, കി ഗശ്ത് റോന്ത് ചുറ്റുക. അപ്പോൾ കുറേ നാളുകളായി പല്ലി ഭിത്തിയിൽ റോന്ത് ചുറ്റിയിട്ട്. കൈ ദിനോം തക്ക് ചൂവം കി ഭി ഹാലത്ത് രഹി ഷിക്കസ്ത്, ഏറെ നാളുകൾക്ക് ശേഷം ചൂഹം കി ഹാലത്ത്, എലികളുടെ അവസ്ഥ എന്താണ് ഷിക്കസ്ത് തകർച്ചയാകുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കൈ ദിനോം തക്ക് എന്താണ് ചൂൽഹ രോയ ചക്കി രഹി ഉദാസ്, കുറേ നാളുകളായത് അടുപ്പ് കരയുകയായിരുന്നു, തിരികല്ല് പോലും ദുഃഖിതയാകുന്നു. ഒരുപാട് നാളുകളായത് ആ ഒറ്റക്കണ്ണിയായ പെൺപട്ടി എന്താണ് അതിനടുത്ത് കിടന്നുറങ്ങാൻ വന്നിട്ട്. കുറേ നാളുകളായത് ഭിത്തിയിലൂടെ പല്ലികൾ റോന്ത് ചുറ്റാൻ തുടങ്ങിയിട്ട്. കൈ ദിനോം തക്ക് ചൂവം കി ഹാലത്ത് ഹി ഷിക്കസ്ത്, കുറേ ദിവസങ്ങളായത് എലികളുടെ അവസ്ഥയും വളരെ ദയനീയകരമാകുന്നു. അപ്പോൾ ഈ അകാലനാൽ ക്ഷാമകാലം വന്നു വെച്ചാൽ ആകെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. ആ സമയത്ത് എന്താണ് ആ വീട്ടിലെ അടുപ്പ് കത്തിക്കാൻ കഴിയുന്നില്ല. അതാണ് അടുപ്പ് കരയുന്നു എന്ന് പറയുന്നത്. അടുപ്പ് കരയുക എന്ന് പറയുന്നത് അടുപ്പ് എരിയുന്നില്ല, കത്തുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ചക്കി ചിരിക്കല്ല് ആട്ടുന്നു വെച്ചാൽ അവിടെ പാചകങ്ങളൊന്നും നടക്കുന്നില്ല, അപ്പോൾ അരക്കുന്നില്ല. ഇതുപോലെ എന്താണ് ഒറ്റക്കണ്ണിലെ നായ എന്ത് ചെയ്യും, പിന്നെ അടുപ്പിൻ്റെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ അവിടെ വന്ന് നായ അവിടെ ചുരുണ്ട് കിടക്കും. ഇപ്പോൾ അതും കാണുന്നില്ല. അതുപോലെ തന്നെ കുറേ ദിവസമായിട്ട് എന്താണ് പല്ലികൾ ആ ചുമലിൻ്റെ ഭിത്തിയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോന്ത് ചുറ്റുന്നതും കാണുന്നില്ല. കൈ ദിനോംതക്ക് ചുവം കി ഹാലത്ത്, അതുപോലെ തന്നെ ഏറെ നാളുകളായിട്ട് എലികളുടെയും അവസ്ഥ ദയനീയമാകുന്നു, അവരും തകർച്ചയിലാകുന്നു. ഇത്രയുമാണ് ഈ 4 വരിയിൽ പറയുന്നത്. ഇനി അടുത്തത് ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിൽ എന്ത് വന്നു, ധാന്യം വന്നു. ദുവാ മുട ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്, കുറേ നാളുകൾക്ക് ശേഷം എന്താണ് പിന്നെ അവിടെ ആ വീട്ടിൽ പുക ഉയരാൻ തുടങ്ങി. ചമക്ക് ഉടി ഗർഭർ കി ആംഗൻ കൈ ദിനോം കെ ബാദ്, ആ വീട്ടുകാരുടെ കണ്ണുകളെല്ലാം തിളങ്ങാൻ തുടങ്ങി. കൊയ്യേനെ ഗുജൽക്കർ പങ്കോം കൈ ദിനോം കെ ബാദ്, ആ വീട്ടിൻ്റെ മുകളിൽ എന്താണ് ഇപ്പോൾ കാക്കകൾ ഇങ്ങനെ ചിറകുകൾ ചൊറിയുവാൻ തുടങ്ങി കുറേ നാളുകൾക്ക് ശേഷം. അപ്പം എന്താണ് അവിടെ ധാന്യം വന്നു, അത് ആ വീട്ടിനുള്ളിലേക്ക് കുറേ അവരുടെ എന്താണ് ആ ദുഃഖാവസ്ഥ അല്ലെങ്കിൽ ക്ഷാമകാലം അവസാനിച്ചു, അവർക്ക് നല്ല കാലത്തിലേക്ക് കടന്നു. അവരുടെ വീട്ടിൽ ധാന്യമെത്തി. അപ്പോൾ വീട്ടിൽ പുക ഉയരാൻ തുടങ്ങി, അവരുടെ വീട്ടിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അത് കാരണം തന്നെ അവിടുത്തെ ആളുകളുടെ അവിടെ താമസിക്കുന്ന അവിടുത്തെ ആ വീട്ടുകാരുടെ കണ്ണുകൾ തിളങ്ങി സന്തോഷം കൊണ്ട്. അതുപോലെ തന്നെ കാക്കകൾ എന്താണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണ വേസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി വരുമല്ല, അപ്പോൾ ഇതുവരെ അതിൻ്റെ ആവശ്യമില്ല, അവിടെ ഒന്നും ആരും കണ്ടിരുന്നില്ല. ഇപ്പോൾ കാക്കകളൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ അവർക്ക് എന്താണ് ആ ക്ഷാമകാലത്തിന് ശേഷമുള്ള ആ കാലം അവർക്ക് വന്നെത്തി എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ
നോക്കാം നമുക്കൊന്നും കൂടെ പിന്നെ ഇതിനെ വിശദമായിട്ട് എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी बीतों पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत सही शिकस्त. ഇവിടെ എന്താ പറയുന്നത്, ക്ഷാമമായിരുന്നു, വീട്ടിലെ അവസ്ഥ മോശമായിരുന്നു, വീട്ടിൽ അടുപ്പ് കത്തിയില്ല, ധാന്യമില്ലാതായിരുന്നു, കാരണം തിരുക്കല്ലിൻ്റെ ശബ്ദം കേട്ടില്ല. ഒറ്റക്കണ്ണുള്ള പെൺപട്ടി അടുപ്പിനും അരക്കല്ലിനും അടുത്ത് കിടന്നാണ് ഉറങ്ങിയത്. പല്ലികൾക്ക് ആഹാരം കാണാൻ പോലുമായില്ല. അവർ ഭിത്തിയിൽ ഉലാത്താൻ തുടങ്ങി. വിശപ്പ് കാരണം എലികളുടെയും സ്ഥിതി മോശമായിരുന്നു. दानी आए घर के अंदर कई दिनों के बाद, धुआं उड़ा गगन से ऊपर कई दिनों के बाद, चमक उड़ी घर पर की आंखें कई दिनों के बाद, कौवे ने गुजलाई पंखे कई दिनों के बाद. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അവിടെ ആ ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥ, കവിതാംശത്തിൽ ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥ വർണ്ണിച്ചിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിനുള്ളിൽ ധാന്യം വന്നു, കുറേ നാളുകൾക്ക് ശേഷം മുറ്റത്തിന് മുകളിലായി പുക ഉയർന്നു, കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലെ കണ്ണുകളെല്ലാം തിളങ്ങി, അതായത് എല്ലാവരും സന്തുഷ്ടരായി. കുറേ നാളുകൾക്ക് ശേഷം കാക്ക ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ.